ഈ റബ്ബർ തോട്ടയിലെ കൃഷിയൊക്കെയുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ഒരു 4 വർഷം മുമ്പ് എടുത്ത ഫോട്ടോയാണ്. ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷനും സ്വന്തം കൃഷിയുമാണ്. ഞങ്ങൾ കുടുംബജീവിതം തുടങ്ങിയിട്ട് ഇന്നേക്ക് 51 വർഷമായി. കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടം തൊട്ട് തന്നെ പച്ചക്കറി കൃഷികളും തുടർന്നു പോരുന്നു. എനിക്ക് 81 വയസ്സ് കഴിഞ്ഞെങ്കിലും ഇന്നും ഒരു 50 വയസ്സിൻ്റെ ആരോഗ്യം എനിക്ക് തോന്നുന്നു. അതുപോലെ എൻ്റെ വൈഫിന് 72 വയസ്സായെങ്കിലും ഞങ്ങൾ രണ്ടുപേരും വളരെ ആരോഗ്യത്തോടെ തന്നെയാണ് കഴിയുന്നത്. ഇതൊരു ഫാമിലി ബോണ്ടിങ്ങിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പച്ചക്കറി കൃഷി എന്ന് ഞാൻ പറയാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു 4 കോവയ്ക്കയും 5-6 മണിത്തക്കാളിയും ഒക്കെ പറിച്ച് തിന്നുമ്പോൾ അത്യാവശ്യം ഒരു മണിക്കൂറത്തേക്കുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു പുതിയ തരം കോവലാണ്. ഇത് നമുക്ക് രാവിലത്തെ വ്യായാമവും നടക്കും. ആ കൂട്ടത്തിൽ കുക്കിംഗ് ചെയ്യുന്ന പോലെ തന്നെ പച്ചക്കറി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ പാവയ്ക്ക ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല, ചീരയും വാങ്ങിക്കാറേ ഇല്ല. 1/2 കിലോ വെച്ച് തന്നെ നിങ്ങൾ വാങ്ങിച്ചോളൂ, വെള്ളത്തിലിടൂ. 3 ദിവസം കഴിയുമ്പോൾ അതൊന്ന് തെളിനീരെടുത്ത് ഒഴിച്ചാൽ നോക്കി നിൽക്കുമ്പോൾ ഉള്ള വളർച്ചയാണ്. അതൊന്നിങ്ങനെ തൊട്ട് തലോടിയാൽ മതി, ശരിക്കും പിറ്റേ ദിവസം അത് പൂത്തിരിക്കും, യാതൊരു സംശയമില്ല. ഒരു കുഞ്ഞിനെ എങ്ങനെ വളർന്ന് വലുതാക്കി വരുന്നതോ അതേപോലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇതുമായിട്ടുണ്ടാകും. 50 വർഷം പൂർത്തിയായ സ്ഥിതിച്ച് ഇന്നും ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു കണക്കിന് ഞങ്ങളുടെ ഒരു ഭാഗ്യവും കൂടെയാണ്. എൻ്റെ പേര് രാജപ്പൻ നായർ. ഞാൻ FACTയിൽ നിന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്തു. ഇൻസ്ട്രുമെൻറ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വിജയാർ നായർ. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരംകാരാണ്. എൻ്റെ വീട് കാട്ടാക്കട, ഇദ്ദേഹം ഇവിടെ പൂജപ്പുര പുന്നക്കാമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ്. ടെറസിലെ കൃഷിയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. പ്രായമായി വരുമ്പോൾ ഞങ്ങൾ താഴെയാണിത് വെച്ചിരുന്നത്. ഇപ്പോൾ കുനിഞ്ഞ് നിന്ന് കള പറിക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ചപ്പോഴേക്കും അത് ഈസി ആയിട്ട് മാറി. പിന്നെ കൂടുതലും പടർന്ന് വരുന്ന സാധനങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഈ കെട്ടിക്കൊടുക്കാനും തൂങ്ങിക്കിടക്കാനും ഒക്കെ ഉള്ള ഒരു സന്തോഷം. അപ്പോൾ ഈ പ്രായത്തിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ അധികം പുറത്തുള്ള ലേബേഴ്സിനെ ആശ്രയിക്കാറില്ല. ഇദ്ദേഹം തന്നെയാണ്, എനിക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കുന്നത് മുഴുവൻ ഇദ്ദേഹമാണ്. വൈകുന്നേരങ്ങളിൽ കളപറിക്കുകയും ശുശ്രൂഷയും, അതായത് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ഇതെല്ലാം ഞങ്ങളെ കാണുമ്പം കിട്ടുന്ന ആ ഊർജ്ജം ഉണ്ടല്ലോ, അന്നത്തെ ദിവസത്തേക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട. എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് പോലും ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, കാല് വയ്യ. അപ്പോൾ പോലും ഇവിടെ വരുമ്പോൾ അവരെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നുണ്ടാവും. 2 ദിവസം ഞാൻ കണ്ടില്ലെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നും. അത് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പോകുമ്പോൾ ഒരു മൊട്ട് വിടരാറായിരിക്കുന്ന മൊട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആ മൊട്ട് വിടർന്നിട്ടുണ്ടാവില്ല. അതൊക്കെ ശരിക്കും നമുക്കൊരു വലിയ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ കേൾക്കാറുണ്ട്, സംഗീതം ശ്രമിക്കുന്നുണ്ട്, ആളുടെ സാമീപ്യം ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ആദ്യം ഞങ്ങൾ ഈ ഗ്രോ ബാഗിൻ്റെ അതിപ്രസരമുള്ള കാലത്ത് സർക്കാർ കുറച്ച് നമുക്ക് ഇഷ്യൂ ചെയ്തിരുന്നല്ലോ, അങ്ങനെ വാങ്ങിച്ചു, കുറേ ചെയ്തു. പക്ഷേ അത് കൊള്ളാമെങ്കിൽ തന്നെയും ആ പ്ലാസ്റ്റിക് കവർ ഡിസ്പോസ് ചെയ്യുന്നതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ കുറേശ്ശെ അത് മാറ്റി. ചെടിച്ചട്ടി കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുമ്പം തന്നെ ഒരു ലോറി നിറച്ച് സാധനമായിട്ട് വന്നു. അതിൽ പകുതിയും ചെടിച്ചട്ടികളായിരുന്നു, ചെടിച്ചട്ടികളും ചെടികളുമായിരുന്നു. അതിനുള്ള ഒരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ പൊട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴും എന്തെങ്കിലും സാധനം വന്ന് വീഴുമ്പോഴും ഒക്കെ പൊട്ടുന്നത് കൊണ്ട് അത് കുറേശ്ശെ മാറ്റിയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ഗ്രോ ബാഗ്, പ്ലാസ്റ്റിക് കവറുകൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ മാറ്റിയിട്ട് ഈ റബ്ബർ കൊട്ട ഒന്ന് പരീക്ഷിച്ച് നോക്കി. എനിക്ക് തോന്നിയപ്പോൾ നല്ല തിക്നെസ് ഉണ്ട്, വെള്ളം വാർന്നു പോകാനുള്ള സ്ഥലമുണ്ട്, പിന്നെ അതിന് പുറമെ 2 ഹാൻഡിലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാം. ഇത്തിരി കോസ്റ്റ്ലി ആണ്, എല്ലാവർക്കും എപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതിൽ കുറച്ച് കൂടുതൽ മണ്ണ് കൊള്ളും. അപ്പോൾ ഇത്തിരി വളർന്നു കഴിഞ്ഞാൽ ഈ വഴുതനൊക്കെ ആണെങ്കിൽ 2 വർഷമൊക്കെ നിൽക്കും. വെണ്ടയാണെങ്കിലും വളർന്നു വരുമ്പോഴേക്കും അതൊരു വലിയ ചെടിയായിട്ട് മാറുന്നു. അപ്പോൾ അത് ഉൾക്കൊള്ളണമെങ്കിൽ മൂട്ടിലൊരു വേര് പടലം സ്പ്രെഡ് ചെയ്ത് നിൽക്കണമെങ്കിൽ കുറച്ച് അധികം മണ്ണ് വേണം. അപ്പം നോക്കിയപ്പോഴേക്കും ഈ കൊട്ടയ്ക്കകത്ത് നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 2 എണ്ണം 3 എണ്ണം 4 എണ്ണം 5 എണ്ണം ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്കതൊരു ഹരമായി. പിന്നെ അങ്ങോട്ട് റബ്ബർ കൊട്ടയിലേക്ക് തന്നെ മാറി. അങ്ങനെയാണ് ഇത്രയും കൊട്ട. കോസ്റ്റ്ലിയാണ്. ഞങ്ങൾ 95 രൂപ തൊട്ട് ഒരു 15 വർഷം തൊട്ട് മുമ്പേ വാങ്ങിച്ച് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പതുക്കെ കൂട്ടി ഇന്ന് അതിന് 215 രൂപയായി എന്ന് പറയുന്നു. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാമായി. പിന്നെ ഇത് കുറച്ച് കാലം നിൽക്കുന്നുണ്ട്, ഈ പച്ച, അത് കൊള്ളാം. പിന്നെ ക്യാബേജ്, ഇതിൻ്റെയൊക്കെ തൈകൾ തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് വന്ന് എടുത്ത് വേറെ നടാം. റബ്ബർ കൊട്ട മാറ്റി വയ്ക്കാനും നല്ല എളുപ്പമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പിടിച്ചാൽ മതി, അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റാം. പിന്നെ ഇത് താഴെയാണ് ആദ്യം വെച്ചിരുന്നത്. അപ്പോഴേക്കും കളകളുടെ ശല്യം കാരണം, ഞങ്ങളുടെ ആധിക്യം കാരണം എപ്പോഴും കുനിഞ്ഞ് കള പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു സ്റ്റാൻഡ് വയ്ക്കാം.
സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതുകൊണ്ട് വളരെ ഈസിയാണ്. അങ്ങനെ നമുക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലതാണ്. ഈ കൊട്ടയിൽ ഓട്ട ഇടണമെന്നുള്ളൊരു സംശയം വരും, പക്ഷേ ഓട്ട ഇടണ്ട. ഇതിൽ ടയറാണ്, ഇതിൻ്റെ അകത്ത് ഇത് ഇവിടം വരെ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു ഈ ടയറിൻ്റെ ഒരു ഡിസ്കാണെന്ന് തോന്നുന്നു, അതിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒലിച്ച് ധാരാളം പോകും. ഇൻ കേസ് ഒരു പ്രാവശ്യം നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നു എന്ന് തോന്നിയാൽ ശകലം മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞു കല്ല് ഇതേപോലത്തെ 2-3 കല്ലുകളും വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം പോകും. ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമില്ല. ഇന്നുവരെ ഞങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയ തരം കോവലാണ്. ഇത് അടുത്ത കാലത്താണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ പച്ചയാണ്, വലിപ്പം ഒരു 5-6 കോവക്കായ ഉണ്ടെങ്കിൽ നമുക്കൊരു തോരൻ വയ്ക്കാൻ കിട്ടും. നോക്കിയപ്പോൾ നല്ല നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ താഴെ വെച്ചു. കാരണം ഇത് പടർന്ന് പന്തലിച്ച് വരണമെങ്കിൽ അതിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി വേറെ ഓടണമെങ്കിൽ അത്രയും ശിഖരങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലം വേണം. അപ്പോൾ താഴെ വെച്ചത് കാരണം നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഇത്രയും വലുതാവുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ ഇങ്ങോട്ടും പടർന്നു അങ്ങോട്ടും പടർന്നു. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതൊന്ന് വളർത്തിയെടുത്താലോ എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇതൊരു തരം, പുതിയ തരം. പിന്നെ പഴയ തരം ഇത്ര നീളമുള്ള കോവൽ, അതും ടേസ്റ്റിയാണ്. അത് ഞാൻ എറണാകുളത്ത് നിന്ന് തന്നെ കൊണ്ടുവന്ന് നട്ടതാണ്. അത് എപ്പോഴും അതിൻ്റെ വംശപാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകുന്നു. ഒരു തുളസി വർഗ്ഗമാണ്, ബേസിൽ ലീഫ് എന്ന് പറയുന്നു. കണ്ട് ഇഷ്ടം വന്ന് ഞാൻ നട്ടതാണ്. അത്യാവശ്യം അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇത് നോൺ വെജിറ്റേറിയനൊക്കെ ഉപയോഗിക്കുമെന്ന് പറയുന്നു അതിൻ്റെ സുഗന്ധത്തിന് വേണ്ടിയിട്ടോ. കസ്കസ്, അത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിലേക്ക് ചേർക്കാമെന്ന് പറയുന്നുണ്ട്. ഞാനത് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ട് നട്ട് വളർത്തുകയാണ്. അതിൽ പെട്ടെന്ന് വളർന്നു വരുന്നുണ്ടത്. ഇതിന് നല്ല സുഗന്ധമുണ്ട് ഇലയ്ക്ക്. മണിത്തക്കാളി, ഇത് തമിഴ്നാട്ടിൽ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുമ്പം അവിടെ ഇങ്ങനെ കൊണ്ടാട്ടങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇതിൻ്റെ പച്ച തന്നെ അവർ ഉണക്കി വെച്ച് അവർക്ക് രസത്തിനും സാമ്പാറിനുമൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ അത് അങ്ങനെ വന്ന് അതിൻ്റെ വിത്ത് കിട്ടി നട്ട് മുളച്ച് അതും ഇതുപോലെ എറണാകുളത്ത് നിന്ന് വന്നതാണ് എനിക്ക്. ഇത് പച്ചയ്ക്ക് പറിച്ച് അല്ല, ഈ പഴുത്തത് പറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ പ്യൂരിഫൈ ചെയ്യുന്നതിന് നല്ലതാണെന്ന് പറയുന്നു. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു 4 കോവയ്ക്കയും 5-6 മണിത്തക്കാളിയും ഒക്കെ പറിച്ച് തിന്നുമ്പോൾ അത്യാവശ്യം ഒരു മണിക്കൂറത്തേക്കുള്ള എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു നല്ലതാണ്. കുട്ടികൾ വരുമ്പോഴും മണിത്തക്കാളി എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമായിട്ട് കൊച്ചുമക്കൾ വന്ന് ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവന്മാർ പറിച്ച് തിന്നുമായിരുന്നത്. ആനക്കുമ്പം വെണ്ടയാണ്, ഇഷ്ടംപോലെ കായ്ക്കും. അത് ഈ പറഞ്ഞ മാതിരി നല്ല കുറച്ചുകൂടെയൊക്കെ രാസവളമൊക്കെ ഇട്ട് കൊടുത്താൽ പിടി പറ്റാത്ത രീതിയിൽ വളരും. ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ശിഖരങ്ങൾ കണ്ടോ, അതിൽ നിന്നൊക്കെ ഇത് വരുന്നുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ കവറിലാണ് വെച്ചേക്കുന്നത്. നേരത്തെ പയർ വെച്ചിരുന്നു, നല്ലോണം കായ്ച്ചത് മുഴുവനും പന്തലിച്ചിട്ട് ഇഷ്ടം പോലെ അച്ചങ്ങ പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റോസ്, മുല്ല, ചെമ്പകം, അശോകത്തെറ്റി പൂക്കളും നടത്തുന്നുണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഈ പറഞ്ഞ മാതിരി നല്ലൊരു ഭംഗിയാണ് പച്ചപ്പിൻ്റെ ഇടയിൽ ചുമന്ന റോസ വയ്ക്കുന്നത്. ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനും എല്ലാ ദിവസവും പൂ കൊണ്ടുപോകാനും ഉണ്ടാവും. അതിപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നും. ദേവി അതൊരു നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്, നല്ലോണം അതും ചെയ്യുന്നുണ്ട്. അതും ഈ ചാണകത്തിൽ തന്നെയാണ്. പിന്നെ ഇതിൽ ഞാൻ ചാണകവും പച്ചക്കറിക്ക് ചാണകവും കോഴിക്കാഷ്ടവും കൂടെ ഉപയോഗിക്കുന്നു. ബേസ് ചാണകം ഇട്ട് വേപ്പിൻ പിണ്ണാക്ക് അതൊക്കെ ഇടുന്നു. പിന്നെ അടുത്ത് വളർന്നു കഴിയുമ്പം കോഴിക്കാഷ്ടമാണ് കൂടെ. അത് നല്ല ഈൽഡാണ്. വെള്ളം കുറഞ്ഞു പോകരുത്, അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ടുണ്ടാകുന്നതാണ് ഈ കോഴിക്കാഷ്ടം. അത് എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് നല്ലോണം ഉണ്ട്. വീട് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ കിണർ കുത്തി, പിന്നെ ലൈൻ പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കൃഷിക്ക് ആവശ്യമായിട്ട് ഈ പറമ്പിൻ്റെ താഴെയായിട്ടൊരു കിണർ ഒഴിച്ചിട്ടുണ്ട്, പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പിൻ്റെ അത് വേറൊരു ടാങ്ക് വെച്ച് അതിൽ കളക്ട് ചെയ്യുന്നു. അങ്ങനെ വെള്ളം ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇപ്പോൾ പെട്ടെന്നൊക്കെ വെള്ളം ഒഴിച്ച് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് അടുത്തുള്ളതിലൊക്കെ ഒഴിക്കാം. ഇത് സാധാ പച്ചമുളകാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകിൻ്റെ അരി ഉള്ളത് എടുത്ത് വിതറിയിട്ട് അതിൻ്റെ തൈയാണ് ഈ നിൽക്കുന്നതെല്ലാം. നോക്കിയപ്പോൾ നല്ല ഈൽഡുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് സാധാ മണ്ണ് നിറയ്ക്കുന്നത് സാധാ പോട്ടിംഗ് മിക്സ് തന്നെയാണ്. ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങൾ നിരത്തിയിട്ട് കുറച്ച് കരിയിലയിട്ട് മണ്ണും വേപ്പിൻ പുണ്ണാക്ക്, കടലപ്പുണ്ണാക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇറക്കുന്നു. അത് തന്നെയാണ് തുടക്കം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകവും കോഴിക്കാഷ്ടവും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു. വെള്ളം കൃത്യം ഒഴിക്കുന്നു. വലിയ മുളകിന് കേടുണ്ടോയെന്ന് ചോദിച്ചാൽ മിക്കവാറും വരാറുണ്ട്. ഞങ്ങളത് വേപ്പെണ്ണയിൽ പിടിച്ച് നിർത്തുന്നു. നമ്മുടെ ശ്രദ്ധയാണ് എല്ലാത്തിനും പ്രധാന ഘടകം. നമ്മുടെ ഒരു സാമീപ്യം കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു പ്രചോദനമാണ്. പിന്നെ മഴ വരുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അത് പിന്നെ സീസണിൽ മഴക്കാലത്ത് കേടുള്ളതിനെ കുറച്ചുകൊണ്ട് ചെയ്യുക. പക്ഷേ അത് കാരണമാണ് ഇപ്പോൾ പാവൽ, പടവലം ഇതെനിക്ക് ധാരാളം ഉണ്ട്. പാവയ്ക്ക് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല, ചീരയും വാങ്ങിക്കാറേ ഇല്ല.
ചീര ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്, വാങ്ങിക്കാറേ ഇല്ല. അതിൻ്റെ വിത്ത് വീണ് അതിന് പ്രത്യേകിച്ച് കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും ചീര ഉണ്ടാവാറുണ്ട്. ഇത് കറിവേപ്പില, നല്ല ടൈപ്പ് കറിവേപ്പില. ഇത് താഴെ സ്ഥലമുള്ളതുകൊണ്ട് മേലെ അധികം ഫോക്കസ് ചെയ്യില്ല. പക്ഷേ നല്ലൊരു തൈ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വെച്ചു. ഇതിപ്പോൾ ഒരു 2-3 വർഷം വരും, നന്നായിട്ടുണ്ടാവുന്നുണ്ട്. നല്ല കറിവേപ്പില. അത് ഈ ഫ്ലവർ ബെഡ് വീട് പണിതപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ കൃഷി ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബോക്സ് മാതിരി വെച്ച് മണ്ണിട്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ടാവുന്നു. ഇതിൽ ഞാൻ ക്രീപ്പേഴ്സ്, അതായത് കുമ്പളം, അതൊക്കെ നട്ടിട്ട് ഇങ്ങനെ കായ്ച്ചിട്ട് ഇഷ്ടംപോലെ കുമ്പളങ്ങ ഉണ്ടാകുമായിരുന്നു, പടർത്തി വിടുന്നത്. പിന്നെ ഇഞ്ചി ചെയ്യുമായിരുന്നു. ഇഞ്ചിയൊക്കെ എപ്പോഴും ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഇവിടെ എപ്പോഴും ഉണ്ട് ഇഞ്ചി. എൻ്റെ ആവശ്യത്തിനെല്ലാം ഞാൻ ഇവിടുന്ന് തന്നെ എടുക്കുന്നത്. താഴെ അതേസമയം താഴെ പറമ്പിൽ കൃഷി ചെയ്തപ്പോൾ ഒരുപാട് ചീഞ്ഞു പോയി മഴ വന്നപ്പം, അത് ഭയങ്കര നഷ്ടമായിപ്പോയി. പക്ഷേ ഇവിടെ നടുന്നതാണ് നമുക്ക് വീട്ടിലാവശ്യത്തിന് എപ്പോഴും. ടെറസിൻ്റെ മേലെ ഒരു റബ്ബർ കൊട്ടയിൽ വെച്ചാൽ നല്ലോണം ഉണ്ടാവും ഈൽഡ്. ഇത് കൂർക്ക, ഇവിടെ ശീവക്കിഴങ്ങെന്നും പറയും. കൊട്ടയിൽ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വെട്ടിയെടുക്കേണ്ട പാടില്ല. ഇതൊന്ന് പിഴുതെടുത്തിട്ട് എടുക്കുമ്പോൾ തന്നെ കയ്യിൽ ഇങ്ങനെ കിട്ടും. ഈ മൂലയ്ക്ക് ഞങ്ങൾ കാച്ചിൽ വെച്ചിരുന്നു, വെറുതെ വെച്ച് നോക്കിയതാണ്. അത് ഈൽഡ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് 7 കിലോ കാച്ചിൽ കിട്ടി. അതൊരു വലിയ അതിശയമായിട്ട് തോന്നി. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും അവിടെ തന്നെ ഓരോ നട്ട് 6 കിലോ 7 കിലോ മിനിമം കിട്ടും. വെള്ളം ഇങ്ങനെ ഓടി വരുന്നുണ്ട്, എപ്പോഴും വെള്ളം കിട്ടുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു അറ്റത്ത് ഒതുങ്ങി നിൽക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അങ്ങോട്ട് തെങ്ങിലിട്ടൊക്കെ പോയിട്ട് അതിനാവശ്യത്തിനുള്ള അതൊക്കെ കിട്ടുന്നുണ്ട്. വള്ളി വീശി പടരുന്ന പച്ചക്കറികളെല്ലാം വെക്കാൻ തന്നെയാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞ് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പടർത്തി വിടാം. ഇവിടെ പാവൽ, പടവലം, പയർ, അത്യാവശ്യം കോവൽ ഇവിടെ വെച്ചാൽ ഒരു ലിമിറ്റുണ്ട്. താഴെ വയ്ക്കുമ്പോഴാണ് കൂടുതൽ വളരുന്നത്. എന്നാലും കളഞ്ഞിട്ടില്ല, അതതിൻ്റെ മൂട് കണ്ട നല്ല കട്ടിയുണ്ട്. പിന്നെ ഈ വെള്ളം വാർന്നു പോകാനായിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ബക്കറ്റ് വെക്കാറുണ്ട്. ആ ബക്കറ്റിലെ വെള്ളം തന്നെ എടുത്ത് അതിലൊഴിക്കാം, ഇതിലൊഴിക്കാം. പിന്നെ ഡ്രിപ്പ് ഫുള്ള് ചെയ്തിരുന്നു, ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. വയ്ക്കുന്നത് വെച്ചാൽ മഴക്കാലത്തും ഇതിൻ്റെ വെള്ളം കൂടുതൽ വന്നിട്ട് എപ്പോഴും വെറ്റായിട്ട് കിടക്കുന്നു ഈ തറ. പിന്നെ ഈ കോൺക്രീറ്റ് വീട് പണിതപ്പം കോൺക്രീറ്റ് ചെയ്തപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു പച്ചക്കറി കൃഷിക്കും കൂടെ ഉപയോഗപ്പെടുത്തി വേണം കോൺക്രീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഈ ടെറസിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യം ഞങ്ങൾ ഈ റബ്ബർ കോട്ട വയ്ക്കുമ്പോഴേക്കും ചിരട്ട ഒരു 3 ചിരട്ട അടുക്കി വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ വെള്ളം വാർന്നു പോകും. പിന്നെ അത് പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നല്ല സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്, അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വയസ്സ് പ്രായാധികം കാരണം അതിനെ ഒന്നുകൂടെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റാൻഡ് വെച്ചത്. സ്റ്റാൻഡ് വെച്ചപ്പോൾ അത് ഒന്നും കൂടെ എളുപ്പമായി. ഈ ഫ്ലവർ ബെഡിൽ ഈ സൈഡ് മുഴുവനും ഇങ്ങനെ പടർന്നു വരുന്നതാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പാവൽ, പടവലം, ഇതെന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ വെള്ളം കുടിക്കുന്ന കുപ്പിയാണ്. ഇത് പാവൽ ആ പൂ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഈ കവറിട്ട് കൊടുത്താൽ ഒറ്റ പാവൽ പോലും നമുക്ക് നഷ്ടം വരില്ല. അതുപോലെ തന്നെ പടവലും അതൊരു വലിയ ഇതാണത്. മറ്റേ പ്ലാസ്റ്റിക് കവറൊക്കെ ആണെങ്കിലും ചീത്താവും, ഇതിപ്പോൾ കുറേ കാലം നിൽക്കും, ഒട്ടും കേടാവില്ല. ടെറസിലെ കൃഷിയാണെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ടെറസ് ചീത്തയാവുമെന്നോ വീടിന് കേടുവരുമെന്നോ ആരും ചിന്തിക്കേണ്ട. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വീട് പണിയുന്നവർക്കാണെങ്കിൽ ഒരു പോർഷൻ ഒന്ന് മാറ്റിയിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അവരോടൊന്ന് പറയുക, ഒന്നും കൂടെ ഒന്ന് പൊക്കി ചെയ്യണം. പിന്നെ അഥവാ അങ്ങനെയൊന്നും അല്ലെങ്കിൽ തന്നെ ഇതേപോലെ സ്റ്റാൻഡ് വയ്ക്കാം. പിന്നെ റബ്ബർ കൊട്ടയിലാണ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് അധികം കൂടാതെ കുറച്ച് കരിയിലകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട്, അതായത് ഇതിന് മണ്ണല്ല അത് തിന്നുന്നത്, ആക്ച്വലി അതിന് പിടിച്ച് നിൽക്കാനൊരു ഗ്രിപ്പിനാണ് ഈ മണ്ണ് ഇടുന്നത്. പിന്നെ ആദ്യം ഇടുന്ന മണ്ണിൽ നിന്നുള്ളതേ ഉള്ളൂ, പിന്നെ എല്ലാം വളം കൊടുക്കുന്നതാണ്. അതനുസരിച്ച് സമയത്തിൽ 2 ആഴ്ച 3 ആഴ്ച അത്രയൊക്കെ മതി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഈ വിൽക്കുന്നെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ വളം കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനങ്ങനെ ഒരുപാട് വളമൊന്നും കൊടുക്കാറില്ല, നമ്മുടെ ആവശ്യത്തിന്. എന്നാലും നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ വെയിലൊരു പ്രധാന ഘടകമാണ്. പിന്നെ മഴ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടെറസ് ചീത്തയാവും അങ്ങനെയൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ മടി കൊണ്ട് തന്നെയാണ്. പിന്നെ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കുക്കിംഗ് ചെയ്യുന്ന പോലെ തന്നെ പച്ചക്കറി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അത് എല്ലാ പുതിയ കുട്ടികൾക്കും പുതിയ യുവതികൾക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ലിമിറ്റേഷനുണ്ട്. എന്നിരുന്നാൽ തന്നെ എവിടെയും അവർക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ സ്റ്റാൻഡുകളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കറിവേപ്പില, 3 പച്ചമുളക്, ചീര എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പയറൊക്കെ ഉണ്ടാക്കണം ഒരു പാടുമില്ല. നമ്മുടെ വീട്ടിലുള്ള അവശിഷ്ടങ്ങൾ
മീനിനാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത് നാറ്റം ഉണ്ടാവും. കുറച്ച് മണ്ണിങ്ങനെ മാറ്റിയിട്ട് ആ പച്ചക്കറി എല്ലാം അതിൻ്റെ അകത്ത് ഇട്ടൊന്ന് മാറ്റി മാറ്റി വെച്ചാൽ മതി. തേയിലക്കൊത്ത്, ഉള്ളിത്തൊലി, മുട്ടത്തൊണ്ട് ഇതെല്ലാം കൂടെ പൊടിച്ച് വെള്ളത്തിലിട്ട് വെച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളത്തെളി എടുത്ത് ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു വളമാണ്. പിന്നെ ഒന്നുള്ളത് കടല പുണ്ണാക്ക്, വേപ്പൻ പുണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം സമസമം 1/2 കിലോ വെച്ച് തന്നെ നിങ്ങൾ വാങ്ങിച്ചോളൂ. വെള്ളത്തിലിടൂ. 3 ദിവസം കഴിയുമ്പോൾ അതൊന്ന് തെളിനീരെടുത്ത് ഒഴിച്ചാൽ നോക്കി നിൽക്കുമ്പോൾ ഉള്ള വളർച്ചയാണ്. അത് വെച്ചിരുന്ന് പോയാൽ അതിന് നാറ്റം വരും. പിന്നെ ഉള്ളത് ചീര കൃഷി ചെയ്യുന്നവർക്ക് ഗോമൂത്രം, അത് യൂറിയ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടിയാണ് അതിൻ്റെ. നോക്കി നിൽക്കുമ്പോഴാണ് ചീരയുടെ വളർച്ച. അതൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ അത് ലാർജ് സ്കെയിൽ ചെയ്യുന്നവർക്ക് അതൊരു പ്രചോദനം തന്നെയാണ്. അല്ലാതെ നമുക്ക് ചീര ചെയ്യാനൊന്നും ഒരു പാടുമില്ല. ഒരു 3 മൂട് ചീര വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ വിത്തിന് വേണ്ടി നടക്കുകയേ വേണ്ട. ഏതെങ്കിലും ഒരു ചീര അവിടെ നിർത്തി പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങുന്നവർക്ക് ഒരു 10 ചട്ടി, അതിലൊരു 4 അല്ലെങ്കിൽ 5 റബ്ബർ കോട്ടയും 5 ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ കൃഷി ചെയ്തോളൂ. വളരെ നല്ലതായിരിക്കും. കുടുംബത്തിന് ആരോഗ്യമുള്ള കുട്ടികൾ ആരോഗ്യത്തോടെ വളർന്നു വരും. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. എല്ലാം കൊണ്ടും പല പല അനുഭവങ്ങൾ പ്രകൃതിയിൽ നമുക്കിതിൽ നിന്ന് പഠിക്കാൻ പറ്റും. റിട്ടയർമെൻറ്റ് ലൈഫിലെ ഏറ്റവും നല്ല ഒരു ടൈം പാസിങ്ങിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പച്ചക്കറി കൃഷി തന്നെയാണ്. ഒന്ന്, നമ്മുടെ ആഹാര രീതി, വയർ അപ്സെറ്റ് ആവുന്ന പ്രശ്നമില്ല. ഡൈജഷൻ വളരെ സോഫ്റ്റായിട്ട് നടന്നു പോകുന്നു. പിന്നെ എനിക്ക് ഒരു വളരെ സന്തോഷമായിട്ട് തോന്നുന്നത് കുട്ടികൾ വന്ന് ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം. ഇത്ര അടുത്ത് പരിചയപ്പെടുന്ന പച്ചക്കറികളൊന്നും കുട്ടികൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇന്നത്തെ യുഗത്തിൽ അവർക്കതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ തന്നെ കുഞ്ഞു മക്കൾ വരുമ്പോൾ അവർ വന്ന് ഇതെന്ത് ചെടിയാണ്, എന്ത് ചെടിയാണ് അമ്മയ എന്നാണ് വിളിക്കുന്ന മക്കൾ. ഇതെന്ത് ചെടിയാണ്, അവർ ഓരോന്നിൻ്റെയും ഹിസ്റ്ററി അവർക്കറിയാം. ഇപ്പോൾ ഫോൺ ചെയ്യുമ്പോഴും അവൻ ചോദിക്കുന്നത് എങ്ങനെ അമ്മയുടെ പച്ചക്കറി കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു. ആ ഒരു ഇൻട്രാക്ഷൻ വരുന്നത് ഈ പച്ചക്കറിയെ കൂടെയാണ്. ഹെൽത്തി ആണോ, വെജിറ്റബിൾസ് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ടോ. റിട്ടയർഡ് ലൈഫിൽ ഉത്തരവാദിത്തമുള്ള ഒരുപാട് ജോലികളൊന്നും നമുക്കില്ലല്ലോ. ഇപ്പോൾ ടെറസിലല്ലാതെ തന്നെ താഴെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് ആ ചട്ടി മാറ്റിയിട്ട് അതിലത് വെച്ചാലോ, നമുക്ക് പോയി തൈ മേടിച്ചാലോ. പിന്നെ ആരെങ്കിലും വരുമ്പോൾ ഗിഫ്റ്റ് കൊടുത്തുന്നത് ഞങ്ങളിതാണ്, പോകുമ്പോഴും കൊണ്ടുപോകുന്ന ഗിഫ്റ്റ് ഇതാണ്. അത് എല്ലാവർക്കും സന്തോഷമാണ്. ഉടനെ വിളിച്ച് പറയും, മെഴുക്കുവരട്ട് നന്നായിരുന്നു ചേച്ചി, എന്തൊരു ടേസ്റ്റാണ്, ചീരയാണെങ്കിൽ നല്ല ടേസ്റ്റാണത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനും അത് കൊടുക്കാനും അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനുമുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാമിലി, നമ്മുടെ വീട്ടിലുള്ള അമ്മയും അച്ഛനും മക്കളും മാത്രമല്ല, ബ്രദേഴ്സ് അവരുടെ ഫാമിലി, സിസ്റ്റേഴ്സ് അവരുടെ ഫാമിലി, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഇതൊരു ഇൻ്റർ കണക്ഷൻ തന്നെ പറയാം. അതുകൊണ്ട് ഈ പച്ചക്കറി കൃഷി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ആളുകൾക്ക്, പുതിയ സംരംഭകർക്കും പുതിയ യുവതലമുറയ്ക്കും ഒക്കെ അഡ്വൈസ് ചെയ്യാനും സാധിക്കുന്നു. 100% ഇതിൽ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണെന്ന് പറയാം. പക്ഷേ ആരും ഇത് അധികം ഉൾക്കൊള്ളുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വരുന്നിടത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതിനും പുറമേ ഈ കിട്ടുന്ന തൈകൾ മുഴുവൻ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരിക്കൽ എറണാകുളത്ത് പോയി 1000 ചീരത്തൈകൾ ഞാൻ 100 കെട്ടാക്കി കൊണ്ടുപോയി കൊടുത്തു. ഇവിടെ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഞാനിങ്ങനെ ഈ ധാരാളം തൈകളുണ്ടെങ്കിൽ ഒന്നും ഞാൻ കളയാറില്ല, എല്ലാം ആളുകൾ കൊണ്ട് കൊടുക്കാറുണ്ട്, ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. എന്നെ പേടിച്ച് അവർ ഉണ്ടാക്കി ഓരോന്നെങ്കിലും എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്. ഈ തുളസി ക്ഷേത്രത്തിൽ വരുമ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും വീട്ടിലെ പൂക്കൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നും വേണ്ട, ഞാൻ കൊണ്ടുതരാം, തുളസി തൈ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ ഞങ്ങൾ ഒരു മാതൃസംഘടനയുണ്ട്, നല്ല രീതിയിൽ പോകുന്നു. അവിടെ പാരായണം നടത്താറുണ്ട്. അന്നത്തെ പൂജയ്ക്കുള്ള പൂക്കൾ എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു. കർശനമായിട്ട് ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് എല്ലാവരും തന്നെ എല്ലാവരുടെ വീട്ടിലും തുളസി, മുല്ല, തുളസിയാണ് കൂടുതലും കൊണ്ടുവരുന്നത്, ചെയ്യുന്നുണ്ട്. അതൊരു ഇടയ്ക്കിടയ്ക്ക് അവർ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ നട്ടാൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അവരുടെ വാദം. പക്ഷെ അത് ശരിയല്ല. പിന്നെ പറ്റുമെന്നുള്ളവർ കൊണ്ടുവരുന്നു, പച്ചക്കറി തൈകൾ കൊടുക്കുന്നു, എന്തൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു സമയം പോലും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനില്ല. എങ്ങനെ സമയം പോകുന്നു എന്നാണ് ചോദിക്കുന്നത്. സമയം തികയുന്നില്ല ആക്ച്വലി. ഇപ്പം ഒന്ന് കിടക്കാനുള്ള സമയം ഞാൻ കണ്ടുപിടിക്കുകയാണ് ഉച്ചയ്ക്ക്. അതുകൊണ്ട് ഈ പച്ചക്കറിയുടെ കൂടെ തന്നെയാണ് നമ്മുടെ ആരോഗ്യവും ലൈഫും സന്തോഷവും സമാധാനവും തൃപ്തിയും. രാവിലെ എണീറ്റ് ഇവിടെ വന്ന് കാണുമ്പോൾ കിട്ടുന്ന ഊർജ്ജം ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ വയ്യ, അത്ര നല്ലതാണ്. ഈ ഒരു പൂ ഇങ്ങനെ മുട്ട് വന്നാൽ നാളെ നോക്കും അത് വിടർന്നോ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് വിടർന്നില്ല, ഒന്നിങ്ങനെ തൊട്ട് തലോടിയാൽ മതി, ശരിക്കും പിറ്റേ ദിവസം അത് പൂത്തിരിക്കും, യാതൊരു സംശയമില്ല. ഒരു കുഞ്ഞിനെ എങ്ങനെ വളർന്ന് വലുതാക്കി വരുന്നതോ അതേപോലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇതുമായിട്ടുണ്ടാകും.